നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൾ പരീക്ഷയ്ക്ക് തോറ്റതിനേക്കാൾ വലിയ വാർത്തയായിരിക്കും അബദ്ധസഞ്ചാരത്തിന് മന്ത്രിയുടെ മോൾ അറസ്റ്റിലായെന്ന വാർത്ത. ഈ ഷോ ഇന്ന് നിർത്ത്. പോലീസിനെ ഇങ്ങനെ പ്രകോപിപ്പിക്കാതെ. പ്രകോപിപ്പിക്കാനോ? ഞാനല്ല, ദൈവന്മാർ എന്നെ പ്രകോപിപ്പിക്കുന്നത്. ഇതൊക്കെ ഇവന്മാരുടെ അടവാണ് ഋതു. എന്തിനാന്നറിയോ? കാശിന് വേണ്ടി 10 രൂപ നിലത്തിട്ടോ നായെ പോലെ നക്കിയെടുക്കുന്നവര്. തന്റെ വില എത്രടോ? 500, 5000 അതോ 50,000? കേരള പോലീസിന്റെ മാനത്തിന് വില പറയുന്നോടാ. ജീവിതം തുടങ്ങിയിട്ടില്ല രണ്ടും. ഒരു ടൈം പാസിന് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ജീവിതാവസാനം വരെ തൊണ്ടയിൽ മുള്ളുകുടുങ്ങി ജീവിക്കേണ്ട ഗതി വരും. ഒന്ന് ഗുണദോഷിച്ചിട്ട് രണ്ടിനെ മടക്കി വിട്ടേരാ ഞാൻ. ഇനി നീ ഏത് പൊന്നു തമ്പുരാന്റെ മോനോ മരുമോനോ ആയാലും ശരി, നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. നീയിട്ട് 500, 5 ലക്ഷമോ 5 കോടിയോ ഒന്നും അല്ല കേരള പോലീസിന്റെ മാനത്തിന്റെ വില. അതെന്താണെന്ന് അറിയണമെങ്കിലേ നീ അകത്ത് കിടക്കണം. തുറക്കണോ? കേരളം അങ്ങോട്ട്. ഋതിക മോളെ, നീ വിചാരിക്കും ഇന്ന് നിന്നെ കൊണ്ട് ഞാൻ പോലീസിന്റെ വായിലേക്ക് ചാടിക്കൊടുത്തതും ബഹളം വെച്ച് നമ്മളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാനിടയാക്കിയതും ഇപ്പോ ഈ സെല്ല് ഇരുന്ന് വാങ്ങിയതും ഒക്കെ ഒരു യാദൃശ്ചികതയാണെന്ന്. ഒന്നും അല്ലടി, എല്ലാം ഈ ദീപകിന്റെ പ്ലാൻ തന്നെയാ. പോലീസിന്റെ കെണിയില് ദീപക്കല്ല, ദീപകിന്റെ കെണിയില് പോലീസാ വീണത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൾ പരീക്ഷയ്ക്ക് തോറ്റതിനേക്കാൾ വലിയ വാർത്തയായിരിക്കും അബദ്ധസഞ്ചാരത്തിന് മന്ത്രിയുടെ മോൾ അറസ്റ്റിലായെന്ന വാർത്ത. പത്രങ്ങളും ചാനലും ഒക്കെ ആയി ഈ ന്യൂസ് അങ്ങ് പറന്നോളും. പിന്നെ നിന്നെ വേറെ ഒരുത്തനും കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല മോളെ. പിന്നെ നിന്നെ നിന്റെ അച്ഛൻ തന്നെ ഈ ദീപകിന്റെ കയ്യിലേക്ക് വച്ചു തന്നോളും. നിന്റെ അച്ഛന്റെ സ്ഥാവര ജംഗമങ്ങളുടെ കണക്കെടുത്താ വരുന്ന കോടികൾ വെച്ച് നോക്കിയാ എന്റെ ഈ ഒരു തുള്ളി ചോര നിസ്സാരമാടി. അതങ്ങ് പോട്ടെ, പോരെങ്കി നീയും കുറഞ്ഞ മുതലൊന്നും അല്ലല്ലോ. കൊച്ചേ, അച്ഛന്റെ അമ്മയുടെ നമ്പർ ഉണ്ടെങ്കിൽ പറ. SA സാറിന്റെ കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ ഞാൻ വിളിച്ചു പറയാം. എന്താ നിന്റെ നാവിറങ്ങി പോയോ? ഇതുപോലൊരു തെമ്മാടിയുടെ കൂടെ രാത്രി അതുപോലൊരു സ്ഥലത്ത് പോകുമ്പോ ഈ പേടിയും ഭയം ഒന്നും കണ്ടില്ലല്ലോ. കൊച്ചെ, വാ തുറന്ന് എന്തെങ്കിലും പറ. എന്നാ പിന്നെ അനുഭവിച്ചോ. ഇതുപോലൊരു പെങ്കൊച്ച് രാത്രി മുഴുവൻ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടെന്ന് കരുതി പറഞ്ഞതാ. എന്നാ പിന്നെ ഇവിടെ ഞാൻ ഇരിക്കും. നിന്നെ കൊണ്ടൊന്ന് പറയാൻ പറ്റത്തില്ലടി. നീ ഇവിടെ പെട്ടു. ദീപകിന്റെ വാലെ കുരുങ്ങിക്കിടക്കുന്ന കുരുവിയാടി നീ. ഇനി നിനക്ക് മോചനമില്ല. അച്ഛന്റെ നമ്പർ ഞാൻ എങ്ങനെ കൊടുക്കും? അച്ഛൻ എങ്ങനെ ഇതറിഞ്ഞ് എന്നെ പച്ചയ്ക്ക് കത്തിക്കും. ദീപകിന്റെ കൂടെ അവിടേക്ക് പോയത് എന്താന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? അവൻ ആ വീഡിയോ എങ്ങാനും അച്ഛനെ കാണിച്ച പിന്നെ ഞാൻ തീർന്നു. അച്ഛന്റെ കള്ള ഒപ്പിട്ടെന്നറിഞ്ഞ അച്ഛൻ എന്നേക്കുമായി എന്നെ വെറുക്കും.
അച്ഛന്റെ രക്ഷയ്ക്ക് ചെയ്തത് എനിക്ക് തന്നെ പുലിവാലായല്ലോ ഭഗവാനെ. അച്ഛനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും തോറും എന്നെ നീ അകറ്റുകയാണല്ലോ ഭഗവാനെ. ഇതിനു മാത്രം എന്ത് പാപമാ ഞാൻ ചെയ്തത്? മഞ്ജുവിനെന്ന് നൈറ്റ് അല്ലേ? എന്താ താമസിച്ചെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. വരുന്ന വഴി മൊത്തം ബ്ലോക്ക് ആയിരുന്നു സുനിതേച്ചി. റോഡ് പണി നടക്കൂല്ലേ? മോൾക്ക് നാളെ ഒരു 1 ഡേ ടൂർ ഉണ്ട്. കാലത്ത് എണീപ്പിച്ചു വിടണം. ഞാൻ ഇറങ്ങുവാ. ഈ കുട്ടിയെ ഞാൻ എവിടെയോ പ്രതാപൻ സാറിന്റെ മോളെന്താ രാത്രി പോലീസ് സ്റ്റേഷനില്? ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുക രമ്യ. അവളെ ഇങ്ങനെ വിട്ട കാര്യങ്ങൾ കൂടുതൽ ഗുരുതരാവേയുള്ളൂ. രമ്യയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. രാജു, രമ്യ ഇതുവരെ പോയില്ലേ? ഉറക്കം വരുന്നില്ല രാജു. രമ്യ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കുണ്ടൊരു കാര്യം പറയാൻ. എനിക്കറിയാം, എനിക്ക് പറയാനുള്ള കാര്യം തന്നെയാവും രാജുവിനും പറയാനുള്ളത്. അല്ല, രമ്യ ആദ്യം എനിക്ക് പറയാനുള്ളത് കേക്ക്. ഇല്ല രാജു, ഇക്കാര്യം എനിക്ക് എന്നെ ആദ്യം പറയണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ രമ്യ. എങ്കി രാജു തന്നെ പറ. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, രാജു പറയുന്നത് എന്തായാലും ഞാനത് കേൾക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ അനുസരിക്കാൻ പോകുന്നില്ല. ശരി, എങ്കിൽ രമ്യ തന്നെ പറ. രാജുവിന് ചിലപ്പോ ഇതൊരു കുട്ടിക്കളിയായിട്ട് തോന്നും. പക്ഷേ ഞാൻ സീരിയസാ, അത്രയ്ക്ക് സീരിയസ്. ഞാൻ പ്രണയത്തിന്റെ കാര്യം തന്നെയാ പറയുന്നേ. എന്റെ വീട്ടിലെല്ലാവർക്കും സമ്മതാ. ഇനി രാജുവിന്റെ നാവിന്നൊരു വാക്കാ എനിക്ക് കേക്കണ്ടേ. രാജു എന്താ ഒന്നും പറയാത്തെ? ചേച്ചി പറഞ്ഞ സത്യമാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.